വറുക്കാത്ത മാവിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് മില്ലിൽ ഡയറക്റ്റ് കൊടുത്ത് പൊടിച്ച് കൊണ്ടുവന്ന മാവാണ്. ഇത് പച്ച മാവാണ്. അപ്പം ഇതിനെ നമുക്ക് ഒരു വെള്ള തുണിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. വെള്ള തുണി തന്നെ ഇതിന് യൂസ് ചെയ്യണം. കളർ തുണിയാണെങ്കിൽ മാവിൽ ആ കളർ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ള തുണിയിൽ ഈ തുണി നമുക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം കഴുകി ഉണക്കി കവറിനകത്ത് ഇട്ട് മാറ്റി വെച്ചാൽ അടുത്ത പ്രാവശ്യം വീണ്ടും നമുക്കിതെടുക്കാം. തേങ്ങാപ്പാൽ പിഴിയാനും ഈ തുണി തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനെ നന്നായിട്ട് 4 വശവും കൂട്ടി പിടിച്ച് കളയാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കെട്ട് പോലെ ആക്കിയിട്ട്, കെട്ടണമെന്നില്ല, അതുപോലെ ഇങ്ങനെ വിടർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കെട്ട് പോലെ ആക്കിയിട്ട് നമുക്കിതിനെ നല്ല ആവി വന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാം. ഇതിൻ്റെ അടിയിൽ, ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ വെള്ളമുണ്ട്. അത് ഏകദേശം ആവി വരാറായതാണ്. അതിനകത്തോട്ട് വെച്ച് നന്നായിട്ട് അടച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റോളം, 15 വേണ്ട, ഒരു 10 മിനിറ്റോളം നമുക്ക് ആവി കയറ്റി എടുക്കാം. ഇങ്ങനെ ആവി കയറ്റി എടുക്കുമ്പോഴേക്കും ആ മാവിലെ പശയെല്ലാം മാറി നമ്മൾ വറുത്തെടുക്കുന്ന മാവ് പോലെ തന്നെ ഇത് കിട്ടും. ആവിയൊക്കെ വരുന്നുണ്ട്. ഇത് ആവി വന്ന് കുറച്ച് നേരം വേണം, 2-3 മിനിറ്റിൽ എടുക്കരുത്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ആവി വരണം. വന്നതിന് ശേഷം ഈ മാവ് നമുക്ക് എടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതിലിങ്ങനെ അടച്ച് തന്നെ വെക്കാം. ഈ അടച്ച് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ ആ ആവി കയറ്റിയ മാവിനെ അടച്ച് തന്നെ വെക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിത് വലിയ ചൂടൊന്ന് മാറിയതിന് ശേഷം അതിനെ നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒരു കട്ട പോലെ ഇങ്ങനെ ഇരിക്കും. ഇതേ പരുവത്തിലിരിക്കും. ഇതിന് നമുക്ക് ഒരു സ്പൂണ് കൊണ്ടോ, ഇതിപ്പം നന്നായിട്ട് ചൂട് മാറിയ അവസ്ഥയല്ല, കുറച്ച് ചൂട് കാണും. പക്ഷേ നമുക്കൊരു സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ച് നന്നായിട്ട് ആ കട്ടയൊക്കെ ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പൾസ് അടിച്ചെടുത്താൽ മതി. അപ്പോഴത് നന്നായിട്ട് പൊടിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഈ മാവ്. ഇതിനെ നമുക്ക് കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കട്ടയൊന്നുമില്ല. ഇതിനെ നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുന്ന മാവ് എങ്ങനെയാണോ അതേപോലെ തന്നെ കിട്ടും. ഈ മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് പുട്ടുണ്ടാക്കാം, ഇടിയപ്പവും ഉണ്ടാക്കാം. ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം അതിനെ ഒന്ന് നമുക്ക് അതിനെ നമുക്കൊന്ന് അരിച്ചുകൂടി എടുക്കണം. ഇത് കണ്ട സിപ്ലോക്ക് കവറിനുള്ളിൽ ഇങ്ങനെ പൊടിച്ച് നമുക്ക് സിപ്ലോക്ക് കവറിനകത്താക്കി ഇത് ഫ്രീസറിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. ഇത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ്, പുട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് വെളിയിൽ വെക്കുമ്പോൾ ആ തണുപ്പ് മാറിയിട്ട് നമുക്ക് നനച്ച് സാധാരണ പുട്ടുണ്ടാക്കും പോലെ നമുക്ക് പുട്ടുണ്ടാക്കാം. ഈ മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുട്ട് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് എടുത്താൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. കല്ല് പോലെ ഒന്നും ഇരിക്കത്തില്ല. ഇത് പൊടിച്ച് കൊണ്ടുവരുമ്പോൾ അന്നേരം നമ്മളിത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് 2-3 പ്രാവശ്യം പുട്ടുണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പം ഞാൻ മാവെല്ലാം സിപ്ലോക്ക് കവറിനകത്താക്കി അതിനുശേഷം അന്നേ ദിവസം തന്നെ ഞാൻ പുട്ടുണ്ടാക്കാനും കൂടിയാണ് ഈ പാത്രത്തിൽ ഇങ്ങനെ പൊടിച്ച് എടുത്തത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നല്ലൊരു സൂപ്പർ ട്രിക്കാണിത്. ഈ മാവ് ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ഇവിടെ പുട്ടുണ്ടാക്കുന്നത്. എൻ്റെ പുട്ട് നല്ല സോഫ്റ്റാണെന്ന് ഇവിടെ കഴിച്ചവരെല്ലാവരും പറയാറുണ്ട്. അപ്പം ഇത് ഇത്രയും വിശദമായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതിൽ പാട്ടൊന്നും കൊടുക്കാതെ വോയിസിൽ തന്നെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത് വോയിസ് ഓവർ തന്നെ കൊടുത്തത്. എല്ലാവരും ഇത് പരീക്ഷിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പം ഇത് നല്ലൊരു ഐഡിയയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യണം, കമൻറ്റും ലൈക്കും അടിക്കണം. യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.